രണ്ടുപേർ ഒരേ കമ്പനി, ഒരേ ശമ്പളം, ഒരേ നഗരത്തിലെ താമസം. പക്ഷേ 20-ാം തീയതി ആകുമ്പോഴേക്കും ഒരാൾക്ക് ബാങ്ക് ബാലൻസ് നോക്കി നെഞ്ചിടിക്കുമ്പോൾ മറ്റേയാൾക്ക് യാതൊരു ടെൻഷനുമില്ലാതെ ജീവിക്കുന്നു. ശ്രദ്ധിച്ചോ? ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ കണക്കിന്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന്റെ കളിയാണ്. പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ല, അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് ഒരു 50,000 രൂപ ശമ്പളം കിട്ടുന്നു എന്ന് വിചാരിക്കുക. വാടക, ഗ്രോസറി, ഇലക്ട്രിസിറ്റി ബില്ലുകളൊക്കെ കഴിഞ്ഞ് കയ്യിലൊരു 18,000 രൂപ ബാക്കിയുണ്ട്. ഇവിടെയാണ് ഒരു IT ജീവനക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു സാധാരണ ശമ്പളക്കാരൻ്റെയോ തലച്ചോറ് രണ്ട് രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഒന്നാമത്തെ കൂട്ടരുടെ മൈൻഡ് പറയും, എൻ്റെ കയ്യിൽ 18,000 രൂപയുണ്ട്, എനിക്കിത് ചിലവാക്കാം. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ ചിന്തിക്കുക, ഈ 18,000 രൂപയ്ക്ക് കൃത്യമായി ഒരു ജോലി കൊടുക്കണം, അത് അക്കൗണ്ടിലിരുന്ന് അലിഞ്ഞു പോകാൻ പാടില്ല എന്നാണ്. സത്യം പറഞ്ഞാൽ ശമ്പളം കിട്ടുന്ന ആദ്യത്തെ 72 മണിക്കൂർ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും അപകടകരം. പണം അക്കൗണ്ടിൽ വരുമ്പോൾ തലച്ചോറിലൊരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകും, ഒരു റിവാർഡ് കെമിക്കൽ. അത് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് സാധനങ്ങൾ വാങ്ങിപ്പിക്കും. ആ ഓൺലൈൻ കാർട്ടിലിട്ടിരിക്കുന്ന ഷർട്ട് അല്ലെങ്കിൽ ആ വലിയ സ്വിഗ്ഗി ഓർഡർ, ഇതെല്ലാം ആ ഡോപ്പമിൻ തരുന്ന താൽക്കാലിക സന്തോഷമാണ്. നമ്മൾ പണം ചിലവാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇതിനൊരു ചെറിയ മരുന്നുണ്ട്, 24 മണിക്കൂർ റൂൾ. ശമ്പളം അക്കൗണ്ടിൽ വീണാൽ ആദ്യത്തെ 24 മണിക്കൂർ യാതൊരു UPI സ്കാനിങ്ങും നടത്തരുത്. ആ ഡോപ്പമിൻ ഒന്നടങ്ങട്ടെ. അതിനുശേഷം നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ തിരികെ വരും. അപ്പോൾ മനസ്സിലാകും പല ചിലവുകളും വെറും അനാവശ്യമായിരുന്നു എന്ന്. ഇവിടെയാണ് ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന തിയറിയുടെ പ്രസക്തി. അതായത് ഇപ്പോഴത്തെ ചെറിയൊരു ആഗ്രഹത്തെ മാറ്റിവെച്ച് ഭാവിയിലെ വലിയൊരു നേട്ടത്തിനായി കാത്തിരിക്കാനുള്ള കഴിവ്. ഒരു ഹോം ലോൺ ബോറോവർ അല്ലെങ്കിൽ ഒരു സാധാരണ നിക്ഷേപകൻ ഈ ഒരു ശീലം വളർത്തിയെടുത്താൽ മാത്രമേ ലോങ് ടൈമിൽ വിജയിക്കൂ. നമ്മൾ പലപ്പോഴും ഇന്നത്തെ 5,000 രൂപയുടെ ചിലവിനാണ് പ്രാധാന്യം നൽകുന്നത്, അല്ലാതെ 20 വർഷം കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന കോടികൾക്കല്ല. കാരണം ആ ഭാവി നമ്മുടെ തലച്ചോറിനൊരു അബ്സ്ട്രാക്റ്റ് ആണ്, ഒരു സങ്കല്പം മാത്രമാണ്. മറ്റൊരു വലിയ വില്ലൻ മെന്റൽ അക്കൗണ്ടിങ് ആണ്. നമ്മൾ പണത്തെ പല തട്ടുകളായി തിരിക്കും. ശമ്പളമായി കിട്ടുന്ന പണം വളരെ സൂക്ഷിച്ച് ചിലവാക്കും. എന്നാൽ ഒരു ബോണസ് കിട്ടിയാലോ, അല്ലെങ്കിൽ ഒരു UPI ക്യാഷ് ബാക്ക് കിട്ടിയാലോ, അത് വെറുതെ കിട്ടിയ പണമാണ് എന്ന ഭാവത്തിൽ നമ്മൾ ദൂർത്തടിക്കും. നോക്കൂ, രൂപ ഏത് വഴിക്ക് വന്നാലും അതിന്റെ മൂല്യം ഒന്ന് തന്നെയാണ്. ഒരു ബിസിനസ് ചെയ്യുന്ന ആളായാലും ശമ്പളക്കാരനായാലും ഈ വ്യത്യാസം തിരിച്ചറിയാത്ത പക്ഷം പണം കയ്യിൽ നിൽക്കില്ല. പിന്നെ നമ്മളെ എല്ലാം ബാധിക്കുന്ന ഒന്നാണ് ലൈഫ് സ്റ്റൈൽ ക്രിപ്പ്. ശമ്പളം 30,000 ഉള്ളപ്പോൾ നമ്മൾ 28,000 ചെലവാക്കും. അത് 50,000 ആകുമ്പോൾ ചിലവ് 47,000 ആകും. ശമ്പളം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും ആഡംബരങ്ങളും തനിയെ കൂടുകയാണ്. ഒരു പുതിയ ഫോൺ മേടിച്ചാൽ 3 ദിവസം വലിയ സന്തോഷമായിരിക്കും, പിന്നെ അത് നോർമൽ ആകും. അതുകൊണ്ട് ശമ്പളം കൂടുമ്പോൾ ഇൻവിസിബിൾ റൈറ്റ്സ് റൂൾ പരീക്ഷിക്കുക. വരുമാനം 10,000 കൂടിയാൽ അതിൽ 2,000 രൂപ മാത്രം ജീവിത രീതി മാറ്റാൻ ഉപയോഗിക്കാം. ബാക്കി 8,000 നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ സേവിങ്സിലേക്ക് മാറ്റുക. പലരും പറയാറുണ്ട്, ഞാനിപ്പോഴും കടത്തിലാണ്, പണം ഒന്നിനും തികയുന്നില്ല എന്ന്. ഇതിനെ സ്കാർസിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയും. കയ്യിൽ പണമില്ലെന്ന ചിന്ത വരുമ്പോൾ നമ്മുടെ തലച്ചോർ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ. ഇപ്പോഴത്തെ ഒരു 2,000 രൂപ ലാഭിക്കാൻ വേണ്ടി നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാതിരിക്കും. പക്ഷെ പിന്നീട് അത് 50,000 രൂപയുടെ വലിയൊരു മെഡിക്കൽ ബില്ലായി നമ്മുടെ മുന്നിലേക്ക് വരും. ഈ കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ 3 ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഒന്നാമതായി, ഓട്ടോമേറ്റ് ചെയ്യുക. ശമ്പളം വരുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളുടെ SIPകളും മറ്റ് സേവിങ്സുകളും ഓട്ടോ ഡെബിറ്റ് ആകാൻ സെറ്റ് ചെയ്യുക. പണം കണ്ണിന് മുന്നിൽ കണ്ടില്ലെങ്കിൽ ചിലവാകില്ല. രണ്ടാമതായി, ഏതൊരു സാധനം വാങ്ങുമ്പോഴും അതിന്റെ വിലയെ നിങ്ങളുടെ ജോലി സമയവുമായി താരതമ്യം ചെയ്യണം. ഒരു 3,000 രൂപയുടെ ഡിന്നർ കഴിക്കുമ്പോൾ ആലോചിക്കുക, ഇത് എൻ്റെ 6 മണിക്കൂർ അധ്വാനത്തിന്റെ ഫലമാണോ എന്ന്. മൂന്നാമതായി, ഒരു 48 മണിക്കൂർ ഹോൾഡ് ചെയ്യുക. വലിയൊരു ചിലവ് വരുമ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ 2 ദിവസം കാത്തിരിക്കുക. പലപ്പോഴും ആ ആഗ്രഹം തനിയെ അങ്ങ് പോയിക്കോളും. ഒടുവിലൊന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കാണ് 21-ാം തീയതി മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നത്? അത് കൂടുതൽ കണക്കറിയാവുന്നവർക്കല്ല, സ്വന്തം തലച്ചോറിന്റെ കളി തിരിച്ചറിഞ്ഞവർക്ക് മാത്രമാണ്. ഈ വീഡിയോ കേവലം അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ദയവായി ഒരു SEBI രജിസ്ട്രേഡ് അഡ്വൈസറുടെ സഹായം തേടുക.